ഹായ് അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീക്കെൻഡ് വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പുറത്ത് പോകുന്നതിൻ്റെയും ഒക്കെ കാരണമൊന്നുമില്ല, ഇവിടെ സമ്മർ ആയിരുന്നു. അപ്പോൾ യു എയിൽ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അധികം പുറത്ത് പോകലൊന്നുമില്ല. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ വിൻ്ററിൽ കടന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് മന്ത് മുതലാണ് ചൂടൊക്കെ കുറഞ്ഞ് വിൻ്ററിലേക്ക് നമ്മളൊന്ന് കടക്കുക. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 3 മണിയായിരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്ഥലം എന്താണെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങാം. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്പോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങാമെന്നുള്ളതിലാട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. അയ്യോ സൂപ്പർ. ഇപ്പൊ നമ്മള് പോണ വഴിയില് അവിയർ വെജിറ്റബിൾ ഫുഡ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഇറങ്ങിയതാട്ടോ. ഞാൻ എൻ്റെ കുറേ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അവിയർ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് നമ്മളുടെ റൂമിന്റെ അടുത്താണ്. അപ്പോൾ അവിടെ എല്ലാ ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് കിട്ടും കേട്ടോ. ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഒരു കരിക്ക് വാങ്ങി. അപ്പോൾ കുറേ ദിവസമായി കരിക്കൊക്കെ കുടിച്ചിട്ട്, അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി തോന്നിയിരുന്നു. അപ്പോൾ അത് കുടിക്കാണ് കേട്ടോ. ഫൈനലി നമ്മൾ ഷാർജയിൽ കേട്ടോ വന്നത്. ഷാർജയിലുള്ള മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ, അങ്ങനെ ഒരു മ്യൂസിയത്തിൽ കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും വന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ടൈം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു 10 ദിർഹംസ് ഉണ്ടെന്ന് തോന്നുന്നു എൻട്രി പാസിന്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ ആർക്കിടെക്ചറൊക്കെ. സോ നമ്മൾ വന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക്. ഓ, സൺസെറ്റ് വ്യൂ അടിപൊളിയാട്ടോ ഷാർജയിൽ. അപ്പോൾ ഇതാണ് ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത് കേട്ടോ. നല്ല വലുപ്പമുള്ള ഒരു മ്യൂസിയമാണ്. പക്ഷേ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കയറുന്ന ടൈമിൽ. ഫ്രണ്ടിൽ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. പെർ പേഴ്സൺ അഡൾട്ടിന് 10 ദിർഹംസ് ആട്ടോ വരുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ് ഇതിലേക്കുള്ള എൻട്രി പാസ് വരുന്നത് കേട്ടോ. 2 ഫ്ലോർസിൽ നല്ല നീറ്റ് ആൻഡ് കാമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു മ്യൂസിയം ആണ് കേട്ടോ അത്. ആളുകളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഇപ്പോൾ ഇവിടെ. കുറച്ച് നടന്നു നോക്കാൻ ഉള്ളിലേക്ക് വായോ. ഫസ്റ്റിൽ തന്നെ നമ്മൾ കയറിയത് ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. നമ്മൾ കണ്ടിട്ടില്ലേ നെറ്റ്ഫ്ലിക്സിൽ മഹമ്മദ് ടു ഇസ്താംബൂൾ കീഴടക്കിയ അയാൾക്ക് മറ്റേ ഈജിപ്ഷ്യൻ ഗവർണർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഈ ഖുർആൻ. ഇത് ഖുർആൻ തന്നെയാണോ? അന്നത്തെ കാലത്ത് എഴുതിണ്ടാക്കിയതാവും. ഓക്കെ, ഇവിടെയും അതിൻ്റെ ഒരു കോപ്പി ഉണ്ട് സെയിം. പക്ഷെ അത് ഒറിജിനലാണ് തോന്നണം. അത് ഒറിജിനൽ, ഇത് അതിൻ്റെ കോപ്പിയാണ്. ഈ കാബ കവർ ചെയ്യുന്ന ഈ ഒരു ബ്ലാക്ക് കവറില്ലേ, അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു പോർഷൻ മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നേരെ അറഫയിലേക്ക് പോകും. ഓക്കെ, പോയിട്ട് ലാസ്റ്റ് മുസ്ദലിഫ, തിരിച്ച് സ്മോളസ്റ്റ് ഖുറാൻ മുതൽ വലിയ ഖുറാൻ വരെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുറാനിൻ്റെ എല്ലാ കോപ്പീസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ഒരു സെക്ഷൻ കണ്ടിറങ്ങിയിട്ടപ്പോൾ ഇസ്ലാമിക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലുള്ള സ്റ്റോറീസും പിന്നെ ഖുറാനിൻ്റെ കുറേ പകർപ്പുകൾ, ആദ്യത്തിലുണ്ടായിരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ കാണാനും നല്ല രസമാട്ടോ എല്ലാത്തിൻ്റെയും ആദ്യത്തെ വേർഷനുകളൊക്കെ. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി ഇങ്ങോട്ട് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഉണ്ടെത്തിക്കാം. സയൻസോ ഇസ്ലാമിക്കിൽ വരുന്ന സയൻസ്.
ഇത് അറബിക് കോയിൻസ് ആട്ടോ വരുന്നത്. ഒരുപാട് കോയിൻസ്, 13 കോയിൻ. നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്കാട്ടോ പോകുന്നത്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആട്ടോ. ടെക്നോളജിക്കലി ഉള്ള സംഭവങ്ങളാണ്. ആസ്ട്രോ ലാബ്സ്. ഈ ഫിസിക്സ് ആൻഡ് സയൻസ് സെക്ഷൻ അടിപൊളിയാട്ടോ കാണാൻ. അവിടെ ഇങ്ങനെ ഓരോ ബട്ടൺസൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ കാണാൻ പറ്റും. സംഭവം നല്ല രസമാണ്. അസു ബേബി ഇത് ഇവിടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കട്ടോ. എന്താ പ്രസേ സംഭവം ഉണ്ടല്ലോ, ഇത് എലിഫന്റ് ക്ലോക്ക് ആണ് കേട്ടോ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്ന വർക്കിംഗ് വരുന്നത്. ഇവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും. സോ ഇതിൽ നമ്മൾ ഓരോന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റോറി അതിലിങ്ങനെ കാണിക്കും കേട്ടോ. ഓരോ ഹിസ്റ്ററികളായിട്ട് നമുക്കിതിലിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. നമ്മളിനി ബയോളജി സെക്ഷനിലേക്കാട്ടോ പോകുന്നത്. ഇസ്ലാമിക് കൾച്ചറിലുള്ള ബയോളജി സെക്ഷനാണ് വരുന്നത് കേട്ടോ. സ്പൈനൽ കോളം ഡിസ്ലൊക്കേറ്റ് ചെയ്താലേ ഇതെന്താ ശരിക്കും വെച്ചാല് അന്നത്തെ കാലത്ത് ഇതില്ല, അനസ്തേഷ്യ കണ്ടുപിടിച്ച ഒരു 1930s അതൊന്നും. അപ്പൊ നമ്മള് പെയില് ഫുള്ള് സഹിക്കേണ്ടി വരും. കെടുത്തിയ ഇത് നോക്ക്, റെപ്ലിക്ക് നോക്ക്, ഒരാളെ ഇങ്ങനെ കെടുത്തിട്ട് ബാക്ക് കയറിയിട്ടാണ് സ്പൈനൽ കോഡ് ശരിയാക്കുക. ഓക്കെ, സർജിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് ഡെന്റിസ്ട്രി ടൂൾസ് ആണ്. ഇതൊക്കെ അന്നത്തെ കാലത്തും ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക മാൾസിൻ്റെ ഒക്കെ ഇബ്നു ബത്തൂത്ത മാളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൺസ്ട്രക്ഷനാണ്. നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ കേട്ടോ. ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഭംഗിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും. ഇതൊക്കെ ഓരോ ഏജിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഓരോ റെപ്ലിക്കകളാണ്. സോ നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോവാട്ടോ. അപ്പ് സൈഡിൽ എന്താ ഉള്ളതെന്ന് കാണാൻ. മുകളിലത്തെ ഫ്ലോറിലായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ അവിടുത്തെ കിങ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്ന അവരുടെ ക്ലോത്ത്സ്, സ്വാഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ നമുക്ക് വിഷ്വലി കണ്ട് മനസ്സിലാക്കാൻ ഒരു സ്ക്രീൻ പ്ലേ കൂടി ഉണ്ട് കേട്ടോ അവിടെ. കിങ്ങിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് പണ്ടത്തെ കിങ്സ്, അതായത് ഒട്ടോമൻസ് ഒക്കെ യൂസ് ചെയ്തിരുന്ന അവരുടെ ക്ലോത്ത്സ്, അവർ യൂസ് ചെയ്തിരുന്ന ജ്വല്ലറീസ്, പിന്നെ അവർ ഫുഡ് കഴിക്കാൻ യൂസ് ചെയ്തിരുന്ന പ്ലേറ്റ്സ്, ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ ഡിസ്പ്ലേ ചെയ്തുള്ളത്. ഞാനും ഇന്ത്യക്ക് ഇങ്ങനെ പറയായിരുന്നു, അന്നത്തെ ആളുകളുടെ കലയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഇല്ലേ, അത് ശരിക്കും പറയേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഇന്ന് എനിക്കറിയില്ല, ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല, ആൾക്കാർക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി കുറഞ്ഞ പോലെയല്ലേ നമുക്ക് എല്ലാ കലയിലായാലും കൊത്തുപണികളും അന്നത്തെ ഓരോ ജ്വല്ലറീസിലൊക്കെ ചെയ്യുന്ന വർക്കുകൾ, അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഓരോ സാധനങ്ങൾ നമ്മൾ കാണുമ്പോഴും അതിലവർ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ടുള്ള സംഭവം തന്നെ കേട്ടോ. പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലായിട്ട് നമുക്ക് സ്റ്റാർസിൻ്റെ ഒരു
അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഡോമിൻ്റെ ആ ഇൻസൈഡ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു കഫേ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമുക്കൊന്ന് കയറി നോക്കാം. കഫേയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ടിട്ട് ഇറങ്ങി. ഒരു 1 hour നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് കാണാൻ. മറ്റേ ഒട്ടോമൻസിൻ്റെ ഒക്കെ ടൈം മുതലുള്ള ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ ഷാർജയിൽ തന്നെയുള്ള ചിറ്റഗോങ് ഫ്രഷ് ഫുഡിൽ പോയിട്ട് നമ്മളൊരു കോക്ടെയിലും കൂടി കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചിറ്റഗോങ് സ്പെഷ്യൽ കോക്ടെയിൽ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഷാർജയിലുള്ള ഇവരുടെ ചിറ്റഗോങ് ഷോപ്പിൽ നിന്നാട്ടോ നമ്മളിത് ഇടയ്ക്ക് വാങ്ങലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടേക്ക്. അത് ടേസ്റ്റ് ഉണ്ടാ? അതിന്റെ കൂടെ നമ്മളൊരു ചെറിയ ഷവർമയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അഫ്ഗാനി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇത് അവരുടെ ഫേമസ് ആയിട്ടുള്ള കബാബ്സ് ആട്ടോ. ഇത് മട്ടൺ കബാബാണ് ആൻഡ് ഇത് ചിക്കൻ കബാബാണ്. പിന്നെ അവരുടെ ഒരു ചന ഒരു സംഭവമുണ്ട്, ചിക്ക് പീസ്. പിന്നെ ഇത് അതിൻ്റെ ഡിപ്പായിട്ട് വരുന്നത്. ഇത് റൈറ്റാണ്. പിന്നെ ഇത് ബീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതാണ് അതിൻ്റെ റൊട്ടി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു പീസ് റൊട്ടി എടുത്തിട്ടുണ്ട്. ഈ കബാബ് ഒരു പീസ് എടുക്കുക. ഈ റൈറ്റയിൽ കുറച്ച് ഡിപ്പ് ചെയ്യുക. പ്യുവർ മീറ്റിന്റെ ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ വേറൊരു ഐറ്റം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ടില്ല ഇതുവരെ. ഒരു ഒമാൻ ചിപ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇത്രയാണ് നമ്മുടെ ഒരു ചെറിയ വീക്കെൻഡ് വ്ളോഗ് ആയിരുന്നു ഇന്നത്തത്. ഞാനിത് ചെറിയൊരു വ്ളോഗായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കുറേ സംഭവമൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, take care. Bye bye.